നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല മനോഹര, എന്റെ അമ്മേ, എന്റെ തൊണ്ടയുടെ വരൾച്ച ഒന്ന് മാറിക്കോട്ടെ. മനോഹരേട്ട, നിന്റെ അന്തർദാഹമൊക്കെ കഴിഞ്ഞെങ്കിൽ ഒന്ന് പറ. എന്തു പറഞ്ഞു എസ് ഐ? പോലീസിന് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ അവരെന്തിനാ തൊപ്പിയും കുപ്പായും ഒക്കെ ഇട്ടിരിക്കുന്നേ? അമ്മ ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പോയി അവരോട് തന്നെ ചോദിക്കും. യുവമാരെയൊക്കെ പിരിച്ചു വിടണം, എന്നിട്ട് പോലീസ് സ്റ്റേഷനൊക്കെ പൂട്ടിക്കണം. നമുക്കേ ഈ വിഷയം മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യാം. എന്റെ അമ്മേ, ഇവിടെ ദിവസം പ്രതി ചെറിയ കുട്ടികളെ മുതൽ വീട്ടമ്മമാരെ മുതിർന്നവരെ വരെ കാണാതെ പോയിക്കൊണ്ടിരിക്കുക. ലക്ഷങ്ങളുടെ ബാങ്ക് കൊള്ളയാ പട്ടാപ്പകല് നടക്കുന്നേ. അമ്മയുടെ ആധാരം എന്ന് പറഞ്ഞ് നടക്കാനേ പോലീസിന് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. തന്നെയല്ല, ഈ ആധാരത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാമല്ലോ. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ പലിശക്കാരന്റെ കടം മൊത്തം വീട്ടണ്ടേ? പിന്നെ വേണ്ടേ? 12 ലക്ഷം രൂപയും പലിശയും. എന്ത് ചെയ്യും എന്റെ ഈശ്വര? എടാ മനോഹര, നമ്മുടെ ദേവികയുടെ അക്കൗണ്ടിൽ കുറച്ച് പണമൊക്കെ കാണത്തില്ലേ? ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ തരാൻ പറ മനോഹര. എന്നിട്ട് നാളെ ദേവിക മോള് റോട്ടിലിറങ്ങി തെണ്ടണോ? ഈ കുടുംബത്തിന് വേണ്ടി ആവശ്യമില്ലാതെ ആവശ്യത്തിലേറെ ദേവിക മോള് ചെലവാക്കുന്നുണ്ട്. കേട്ടല്ലോ? അത് മതി. എടാ, എന്നാൽ ആ വക്കീലിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിക്കാൻ പറയും. എടാ, ദേവിക ചോദിച്ചാൽ അവൻ തരും. അയ്യേ, അമ്മയ്ക്ക് നാണമില്ലേ അമ്മേ? നിരഞ്ജൻ ഡോക്ടറുടെ കയ്യിൽ നിന്ന് തന്നെ ദേവിക മോള് ഇടനില നിന്ന് വാങ്ങിയ ലക്ഷങ്ങൾ വേറെ കൊടുക്കാൻ കിടക്കുക. അതിന്റെ ഇടയില അമ്മയുടെ ഒരു പുതിയ ഐഡിയയും കൊണ്ട് വന്നിരിക്കും. മേലെ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞിട്ട് വന്നേക്കല്ലേ. പാർവതി, വന്ന വഴിക്ക് നിത്യമോടെ ഡോക്ടറെ ഞാൻ കണ്ടു. നട്ടലിന് ചിലപ്പോൾ ഒരു സർജറിയും കൂടെ വേണ്ടി വന്നു വെക്കുന്നു ഡോക്ടർ പറഞ്ഞു. അതിനും വേണം ലക്ഷങ്ങൾ. എന്ത് ചെയ്യോ? എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരും. മൂക്കും വായും ഒന്നിച്ച് പൊത്തിപ്പിടിക്കത്തില്ലല്ലോ. അമ്മേ, ആധാരത്തിനുള്ള കാശേ ശരത്തുമോനോട് സംഘടിപ്പിക്കാൻ പറ. തിരിച്ചു കിട്ടിയാലുടൻ അവന്റെ പേരിൽ എഴുതി കൊടുക്കാനുള്ളതല്ലേ അമ്മയ്ക്ക്. അർഹതപ്പെട്ടവൻ കുറച്ച് അധ്വാനിക്കട്ടെ. അല്ല, എങ്ങനെയുണ്ട് സിദ്ധുവിന്റെ വീട്ടിലെ താമസമൊക്കെ? സിദ്ധുവിന്റെ വീട് എനിക്കെന്റെ സ്വന്തം വീട് പോലെ അയച്ചി. പ്രേമേച്ചിക്കാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ട. അവിടെ തന്നെ അങ്ങ് സ്ഥിരതാമസമാക്കാനാ എന്റെ പദ്ധതി. എന്നുവെച്ചാ സിദ്ധുവിനും ഞാനും തമ്മിലുള്ള കല്യാണം ഉടനെ ഉണ്ടാവും. അതിനുള്ള ആലോചനയില്ല 2 വീട്ടുകാരും. എന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം വന്നതും അതിനു വേണ്ടിയാ. എല്ലാം പെട്ടെന്നാണല്ലോ. അതെ, നല്ല കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കരുതെന്നല്ലേ. എത്രയും വേഗം ഒരുമിച്ച് ജീവിച്ചു തുടങ്ങണം, അതാ എന്റെ ആഗ്രഹം. അതിന് സിദ്ധുവേട്ടന് 100 വട്ടം സമ്മത. പണ്ടേ എന്നെ ഇഷ്ടായിരുന്നു കക്ഷിക്ക്. അതൊക്കെ ഇപ്പോഴല്ലേ അറിയുന്നേ. നിരഞ്ജൻ സാറിനോട് ഇക്കാര്യം ഒന്ന് പറഞ്ഞേക്കണേ ചേച്ചി. സാറിന് സന്തോഷാവും. പറയാം. സിദ്ധുവേട്ടന് പുനർജന്മം നൽകിയ ആളല്ലേ നിരഞ്ജൻ സാർ. ഞാൻ ബുക്ക് ചെയ്ത ടാക്സി വന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി ചേച്ചി, ഞാൻ വിളിക്കാം. ശരി.
വക്കീലേ, പൊന്നുമണി പോയല്ലേ? പൊന്നുമണിയെ ഞാനിന്ന് കാണുന്നു. ശരത്തെങ്ങനെ അറിഞ്ഞു? ശരത്ത് എവിടെ ഇരുന്നാലും അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയും. കേട്ടിട്ടില്ലേ, എല്ലാം അറിയുന്നവനെന്ന്? അതാണ് ഈ ശരത്ത്. അതുകൊണ്ടല്ലേ ഞാൻ ബൈക്ക് എടുത്ത് പാഞ്ഞിങ്ങി വന്ന്. വക്കീലേ, ഞാൻ വീണ്ടും പറയുക, സ്നേഹം കൊണ്ട് പറയുക, നിങ്ങള് അഡ്വക്കേറ്റ് സിദ്ധാർത്ഥനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ ഞാൻ ചെയ്യാത്തൊരു കുറ്റം എന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് എന്നെ ശിക്ഷിക്കാനായിട്ട് നടന്ന് വെറുതെ തോക്കണ്ട. ജോലിയുടെ തുടക്കത്തിൽ ഏറ്റെടുത്ത കേസുകൾ തോറ്റാലേ അത് കരിയറിന് വലിയ ദോഷം ചെയ്യും. തോൽക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ജന്മ എന്റേത്. ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും. അതുകൊണ്ട് വെറുതെ പണ്ടുള്ളവര് പറയുന്ന പോലെ കയ്യിൽ കടിച്ച് പല്ല് കളയാൻ നിൽക്കണ്ട. ക്രിസ്തുദാസ് ആണ് ഞാനെന്ന് തെളിയിക്കാൻ പൊന്നുമണിയും വക്കീലും നന്നേ വിയർക്കേണ്ടി വരും. അവസാനം വെറുതെ ഓട്ടപാത്രത്തില് വെള്ളം കോരി പോലാവും വക്കീലിന്റെ വാദം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനിയൊക്കെ വക്കീലിന്റെ ഇഷ്ടം. അപ്പോ ഓൾ ദ ബെസ്റ്റേ. ആ, നിനക്കെന്താ വേണ്ടത്? മകളോടുള്ള കലിപ്പിന് എന്നോട് കണ്ണുരുട്ടണ്ട. മൗനി ബാബ കളിച്ചിരുന്നിട്ടോ ചാമിയോട് സങ്കടം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നീ നിന്റെ പാട് നോക്ക് കാഞ്ചനെ. നീ ഉൾപ്പെടെയുള്ള എന്റെ എല്ലാ ശത്രുക്കളെയും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആ, ഇപ്പൊ എന്നേക്കാൾ നിങ്ങളോട് ശത്രുത നിങ്ങളുടെ മകൾക്കാ. ആയിക്കോട്ടെ, ഈ ലോകം മുഴുവൻ എനിക്കെതിരെ വന്നാലും കടലിരുമ്പെ കയറി എന്നെ വിഴുങ്ങുമെന്ന് പറഞ്ഞാലും ജയശങ്കർ ഇങ്ങനെ തന്നെ നിൽക്കും. ഓ, കാർത്തവീര്യാർജുനനല്ലേ? അതേടി, ജയശങ്കർ എങ്ങനെ വല നെയ്യുമെന്നും വേട്ടയാടുമെന്നൊക്കെ അറിയണമെങ്കിൽ നീ നിന്റെ ചത്തുപോയി കെട്ടിയവന്റെ കല്ലറയിൽ ചെന്ന് ചോദിച്ചാൽ മതി. ആ, അതെനിക്ക് നന്നായിട്ടറിയാം.